ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇപ്പോൾ എത്ര ശ്ലോകങ്ങൾ പഠിച്ചു ഇതുവരെ? കഴിഞ്ഞ ക്ലാസ്സിലെ ശ്ലോകം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമായിരുന്നു. യെസ്, ഏതായിരുന്നു? എത്ര പേര് കാണാതെ പഠിച്ചിട്ടുണ്ട്? 8ാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചു. മത് കർമ്മകൃത് മത് പരമോ മത് ഭക്ത സംഘവർജിത നിർവൈര്യ സർവഭൂതേഷു യാസമാം ഏതി പാണ്ഡവ. എന്താണ് അതിൻ്റെ അർത്ഥം? ആരെങ്കിലും പറയൂ. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തുല്ലോ. ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. മത് കർമ്മകൃത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുക. ഓക്കെ. മത് പരമോ പരമപുരുഷനായിട്ട് എല്ലാത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പ്രാധാന്യം. ഒന്നുകൂടെ പറയൂ. കുറെ പേര് ഒരുമിച്ച് പറഞ്ഞപ്പോൾ കേട്ടില്ല. എല്ലാത്തിനും മുൻഗണന ഭഗവാന് നൽകുക. ഓക്കെ, വെരി ഗുഡ്. മത് ഭക്ത എല്ലാവർക്കും അറിയാം. ഭഗവാന്റെ ഭക്തനാണ്. ഭക്തനാവോ. സംഘവർജിത ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ നിന്നും മാറി നിൽക്കുക. നിർവൈര അസൂയ തോന്നാതിരിക്കുക, ശത്രുതയില്ലാതെ. ഓക്കെ, വെരി ഗുഡ്. ഈ 5 കാര്യങ്ങളാണല്ലേ? നമ്മൾ 5 വിരലുകൾ പോലെ 1 2 3 4 5. മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത സംഘവർജിത നിർവൈര. ഭഗവാൻ പറയുന്നു ഇത് 4ഉം ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്താ ഭഗവാൻ പറയുന്ന ഉറപ്പെന്താണ്? ഭഗവാന്റെ അടുത്തെത്തും. ഇപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെ, അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടോ ആഗ്രഹം? എന്നിട്ടാണ് ശ്ലോക ടെസ്റ്റ് നടത്തുമ്പോ ഓടിപ്പോകുന്നത്? ഓർമ്മ കിട്ടാഞ്ഞിട്ടല്ല പ്രഭുജി, തിരക്ക് ഹോസ്പിറ്റൽ വർക്കാവുമ്പോ. ഓക്കെ. അപ്പം നല്ലൊരു ഐഡിയ ഉണ്ട്. അത് ഒരു ചെറിയ പേപ്പറിൽ എഴുതിയിട്ട് ബാഗിൽ വെച്ചാൽ മതി. ഇപ്പം ഇടയിൽ ബ്രേക്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത് വായിക്കുക, മറക്കാതിരിക്കുക. ബസ്സിൽ പോകുന്ന സമയത്ത് വായിക്കുക. അതേപോലെ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. കിച്ചണിൽ കുക്ക് ചെയ്യാൻ നേരത്താണെങ്കിൽ അവിടെ എവിടെയെങ്കിലും തൊട്ടിച്ച് വയ്ക്കുക ഒരു കോപ്പി. അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. നമുക്ക് വായിക്കാൻ സമയമില്ലെങ്കിൽ അപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കുമ്പോൾ മെമ്മറൈസ് ആവും. ഓക്കെ. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ മത് കർമ്മകൃത് മത് പരമോ മത് ഭക്ത സംഘവർജിത ഇതെല്ലാം എടുക്കുവാണെങ്കിൽ ആ മത് ഭക്ത എന്ന് പറയുന്ന കാര്യം, അതായത് എൻ്റെ ഭക്തനാവൂ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യൂ എന്നുള്ളത് ആണ് ഇതിലെ സെൻട്രൽ പോയിന്റ്. കാര്യം നമ്മൾ ഭഗവാന്റെ ഭക്തരാവുന്നു, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി പറയുന്ന 4 കാര്യങ്ങളും അത് അതിൻ്റെ വഴിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മത് കർമ്മകൃത് എന്ന് പറഞ്ഞാൽ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഭക്തരായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കും. ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞു കഴിഞ്ഞാൽ മത് പരമോ ഭഗവാന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കും, ഓഫ് കോഴ്സ്, അല്ലേ? പിന്നെ അതേപോലെ സംഘവർജിത, അതായത് അസത്സംഗത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഭഗവാന്റെ ഭക്തരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ താല്പര്യം നമുക്ക് കുറയും.
ഓട്ടം പതുക്കെ 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 ഗ്രാജുവലി കുറഞ്ഞു വരും. ശരിയല്ലേ? അതേപോലെ തന്നെ അതെ. ആ അതേപോലെ തന്നെ നിർവൈരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ, കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ശത്രുതയൊക്കെ പോവും, ആരോടും അസൂയ തോന്നില്ല. അപ്പോൾ എഗെയിൻ അത് എത്രമാത്രം നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് അത് മാറുന്നത്, അത് വരുന്നത്, ഈ ക്വാളിറ്റീസൊക്കെ. പ്രത്യേകിച്ചും നിർവൈര എന്ന് പറയുന്ന ക്വാളിറ്റി, നിർവൈര ഇതല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമ ദുഃഖ സുഖക്ഷമി. ഏതാണ് ശ്ലോകം ഇപ്പോൾ ചൊല്ലിയത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏത് അധ്യായത്തിലെയാണ്? സന്തുഷ്ട സതതം യോഗി യയാത്മാ ദൃഢനിശ്ചയ മയി അർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. ഭക്തിയോഗം 12-ാം അധ്യായം. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ്. 12-ാമത്തെ അധ്യായത്തിലെ കറക്റ്റ് 12-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ 8 ശ്ലോകങ്ങളാണ്. അവിടെ ഭഗവാൻ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ എൻ്റെ ഭക്തർ എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണ്, എങ്ങനെയുള്ളവരാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്നുള്ളത് ഭഗവാൻ അവിടെ പറയുവാണ്. അപ്പോൾ അവിടെ തുടങ്ങുന്നത് അദ്വേഷ്ട എന്നാണ്. അദ്വേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിർവൈര എന്ന് പറയുമ്പോഴും അതേപോലെ അസൂയയില്ലാതെ, ശത്രുക്കളില്ലാത്ത അവസ്ഥ, അതിനെയാണ് പറയുന്നത് നിർവൈരഹ, അല്ലെങ്കിൽ അവിടെ അദ്വേഷ്ട ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ആ 8 ശ്ലോകങ്ങൾ വളരെ മനോഹരമാണ്, നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. അവിടെ ഭഗവാൻ പറയുന്നു, ഈ ആ 8 ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണ് ആയി മാറും എന്നാണ് പറയുന്നത്. ഇവിടെയും യസ മാം ഇതി പാണ്ഡവ, ഇവിടെയും പറയുന്നത് അർജുന ഒരു സംശയം വേണ്ട, നീ എൻ്റെ അടുത്ത് വന്നിരിക്കും. അർജുനോട് പറയുന്നത് നമ്മൾ ഓരോരുത്തരോടും പറയുവാണ്, നമ്മളിതെല്ലാം ഈ 5 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ മത് ഭക്ത എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ആ ഭക്തിയിൽ, ഭക്ത എന്ന് പറയുമ്പോൾ പേരിനുള്ള ഭക്തിയല്ല, അല്ലെങ്കിൽ നമ്മൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്തൊരവസ്ഥയല്ല. വളരെ സീരിയസ് ആയിട്ട് ഭക്തി എടുത്തുകൊണ്ട്, അത് ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരും തീർച്ചയായിട്ടും. ബാക്കി നിർവൈര എന്ന് പറയുന്ന ക്വാളിറ്റിയും അദ്വേഷ്ട എന്ന് പറയുന്ന ക്വാളിറ്റിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. വിനയം വരുന്നു, പിന്നെ അസത്സംഗത്തിൽ നിന്ന് മാറി നിൽക്കും ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഭഗവാനെക്കുറിച്ച് പറയുന്ന ആളുകൾ, ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളോടേ താല്പര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് അവരോട് സംസാരിക്കുവാനോ അവരുടെ കൂടെ നിൽക്കുവാനേ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ഭക്തരാവുക, ഭക്തി സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട, അതാണ് ഭക്തിയുത സേവനങ്ങൾ. ഭഗവാന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. കർമ്മം ചെയ്യുന്നത്, ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുന്നതും ഭഗവാന്റെ സേവനമാണ്. നാമം ജപിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൃഷ്ണകഥാമൃതം ക്ലാസ്സിൽ നമ്മൾ കൃഷ്ണകഥ കേൾക്കുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു. എല്ലാം ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ ഒരു ഭക്തൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ നവവിധ ഭക്തി ഫോളോ ചെയ്യുന്നത് ആരാണ്? ഈ ഭക്തരാണ്. സോ ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നല്ല ക്വാളിറ്റീസും നമുക്ക് കിട്ടുന്നു. മാത്രമല്ല അവസാനം ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അവസരവും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് ഭക്തരെ നമുക്ക് ശാസ്ത്രങ്ങളിൽ കാണാം. ഭാഗവതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭക്തരുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. അവിടെ ഒരുപാട് ഭക്തരെക്കുറിച്ച് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പ്രഹ്ലാദനെക്കുറിച്ച്, ധ്രുവനെക്കുറിച്ച്, ധ്രുവ മഹാരാജ്, പ്രഹ്ലാദ് മഹാരാജ്, അതുപോലെ ഒരുപാട് പേര്, പൃഥു മഹാരാജ്, പിന്നെ നമ്മൾ ഭീഷ്മ പിതാമഹനെ കാണുന്നു, കുന്തി മഹാറാണിയെ കാണുന്നു, അവിടെ പഠിക്കുന്നു, കേൾക്കുന്നു. ഒരുപാട് ഭക്തരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഉദ്ധവരുണ്ട്,
ഗോപികമാരുണ്ട്, യശോദ റാണിയുണ്ട്, നന്ദ മഹാരാജുണ്ട്. അങ്ങനെ പിന്നെ അതേപോലെ ഒരുപാട് പേരുണ്ട്. ഗജേന്ദ്രനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. 6-ാമത്തെ സ്കന്ധത്തിൽ ജഡംഭരത്തിനെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ ഇവരൊക്കെ ഭക്തരാണ്. ഭഗവാന്റെ ശുദ്ധ ഭക്തരെക്കുറിച്ച് ഒരുപാട് ഭാഗവത്തിലൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് നമുക്ക് ധൃതരാഷ്ട്രനല്ലേ പ്രഭു? യെസ്, വൃത്തരാസുരൻ, കറക്റ്റ്, വൃത്തരാസുരനുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, എന്തിനാണ് ഭാഗവതത്തിൽ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നത്, ഇത്രയും ഭക്തരെക്കുറിച്ച് പറയുന്നത്? കാരണം അവർക്ക് എങ്ങനെ ഭഗവാനെ ലഭിച്ചു, അവരെന്തൊക്കെയാണ് ചെയ്തത്, അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, അവരെ എത്രയും അവരുടെ ആ ഒരു ഭക്തിയിൽ എത്രമാത്രം മുന്നോട്ട് വന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് ശാസ്ത്രത്തിലൂടെ കാണിച്ചു തരുവാണ്. കാരണം അത് ആ ഒരു പാത നമ്മളും പിന്തുടരുകയാണെങ്കിൽ നമുക്കും അവർക്ക് കിട്ടിയതുപോലെ അവർക്കെല്ലാവർക്കും എന്താണ് സംഭവിച്ചത്, അവർക്കെല്ലാവർക്കും ഭഗവാനെ ലഭിക്കുന്നു. നമുക്കും അത് സാധിക്കും എന്നുള്ളത് തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ കാണിച്ചു തരുവാണ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രചോദനം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഭക്തരെക്കുറിച്ചൊക്കെ ഭാഗവതത്തിൽ പറയുന്നത്. എന്നാൽ നമ്മളത് അവരുടെ പാത പിന്തുടരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ശാസ്ത്രങ്ങളിൽ. അപ്പോൾ നമ്മൾ എവിടെ എടുത്താലും ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിന് കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് ഭക്തൻ്റെ സ്റ്റോറി എടുത്താലും ചരിത്രം എടുത്താലും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ ഭാഗവതത്തിൽ നിന്നല്ലാതെ വേറെ 1-2 ഭക്തരെക്കുറിച്ച് നമുക്ക് ഇന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഭാഗവതം എടുത്താൽ ഭക്തരേ ഉള്ളൂ, രാമായണം എടുത്താലും ഭക്തരേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് സമയമനുസരിച്ച് നമുക്ക് കഥ ഏതെങ്കിലും 1-2 സ്റ്റോറി ഭക്തരെക്കുറിച്ച് ചർച്ച ചെയ്യാം. കുറേ വർഷങ്ങൾ മുമ്പ് ഒറീസയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പുരുഷോത്തമൻ എന്നായിരുന്നു രാജാവിൻ്റെ പേര്. അദ്ദേഹം സാധാരണ രാജ്യഭരണമുള്ള സമയത്ത് നമുക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ. അതായത് അയൽ രാജ്യങ്ങളിലേക്ക് പോയി ചിലപ്പോൾ യുദ്ധം ഉണ്ടാവും, ചിലപ്പോൾ ആ രാജ്യം പിടിച്ചെടുക്കുന്നു അല്ല, ഇതെല്ലാം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രാജ്യം പിടിച്ചെടുക്കുന്നതും ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്നതുമൊക്കെ അതെല്ലാം ക്ഷത്രിയരുടെ ആ ഒരു അവരുടെ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുരുഷോത്തം മഹാരാജാവ് ഇദ്ദേഹം അടുത്തുള്ള ഒറീസയ്ക്ക് അടുത്തുള്ള വിദ്യാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. വിദ്യാനഗറിലെ രാജാവുമായിട്ട് ചെറിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നു. ആക്ച്വലി നല്ലൊരു രാജാവാണ് ഈ പുരുഷോത്തമ മഹാരാജാവ്. ഈവൻ നമ്മൾ കാണുന്നു ഭാഗവതത്തിലും അല്ലെങ്കിൽ വേറെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ക്ഷത്രിയൻ ഒരു സ്ഥലം പിടിച്ചെടുക്കുന്നത് അതൊരു അനധികൃതമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. അത് അവരുടെ ഒരു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നല്ല രാജാക്കന്മാർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ അത് ആക്ച്വലി നന്മയാണ് ഉണ്ടാവുന്നുള്ളൂ. കാര്യം അവിടെയുള്ള പ്രജകൾക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാര്യം അവർ ഭക്തരായിട്ടുള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ള നല്ല മഹാരാജാക്കന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണമായിരിക്കും. അപ്പോൾ പുരുഷോത്തമ മഹാരാജാവ് അങ്ങനെയുള്ളൊരു നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇവർ രണ്ടുപേരും വളരെ നല്ല ഭക്തരായിരുന്നു. വിദ്യാനഗർ എന്ന് പറയുന്ന ആ ഗ്രാമം അവർക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നു. അവിടെ വിദ്യാനഗറിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ ഗോപാൽ എന്ന് പറയുന്ന ഒരു ശ്രീമൂർത്തി വിഗ്രഹമുണ്ട്. ഒരു ഗോപാൽ എന്നായിരുന്നു ആ അമ്പലത്തിലെ ഭഗവാന്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള വിദ്യാനഗറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗോപാൽ ക്ഷേത്രമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ രാജ്യം കിട്ടി, അദ്ദേഹം അത് പിടിച്ചെടുത്തു. അപ്പോൾ ആ സമയത്ത് പുരുഷോത്തമ മഹാരാജാവ് അദ്ദേഹത്തിനൊരാഗ്രഹം വന്നു. അദ്ദേഹം വിചാരിച്ചു ഈ വിദ്യാനഗറിൽ നിന്ന് ഗോപാലിനെ നമുക്ക് കൊണ്ടുപോയി
ഒറീസയിൽ കൊണ്ടുപോയി എൻ്റെ രാജ്യത്ത്, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത്, ഇതും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി. പക്ഷെ എന്നാലും ഇവിടെ നിന്ന്, കാര്യം അദ്ദേഹം താമസിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൊട്ടാരമൊക്കെ ഉള്ളത് ഒറീസയിലാണ്. അപ്പോൾ അവിടേക്ക് എനിക്ക് ഗോപാലിനെ എന്നും കാണാമല്ലോ, എന്നും കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹം നല്ലൊരു ഭക്തനായതുകൊണ്ട് ഇദ്ദേഹം നേരിട്ട് ഗോപാലിൻ്റെ അടുത്ത് പോയി, ഭഗവാന്റെ അടുത്തേക്ക് പോയി, അമ്പലത്തിൽ പോയി ഭഗവാനോട് സമ്മതം ചോദിച്ചു. അപ്പോൾ നമുക്കറിയാം, ഭഗവാൻ ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ, അമ്പലത്തിലെ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു കല്ലല്ല, വെറും ഒരു ബിംബമല്ല. അത് ശരിക്കും സാക്ഷാത് ഭഗവാൻ തന്നെയാണ്. അതിനൊരു സംശയമില്ല. പ്രതിമ നഹി തുമി സാക്ഷാത് വ്രജേന്ദ്ര നന്ദൻ. സാക്ഷി ഗോപാലിൻ്റെ കഥയിൽ പറയുന്നുണ്ട്, വെറും പ്രതിമയല്ല അവിടെ ഇരിക്കുന്നത്. നമ്മൾ പ്രതിമയായിട്ട് കാണുകയാണെങ്കിൽ ഭഗവാൻ പ്രതിമയായിട്ട് തന്നെ നമുക്ക് അങ്ങനെ തോന്നുകയുള്ളൂ. എന്നാൽ നമ്മൾ അത് ഭഗവാനായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ശ്രീമൂർത്തി വിഗ്രഹങ്ങളെ, അതേപോലെ നമുക്ക് റിയലൈസേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. വെറും ഒരു ബിംബമാണ്, കല്ലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് വെളിപ്പെടുകയുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് വെളിപ്പെടാൻ പോകുന്നില്ല. വിശ്വാസത്തിൻ്റെ പുറത്താണ് എല്ലാം ഇരിക്കുന്നത്, വിശ്വാസത്തിലാണ് കാര്യം ഇരിക്കുന്നത്. പദ്മ്യാം ചലൻ യാ പ്രതിമാ സ്വരൂപോ ബ്രഹ്മണ്യദേവോ ഹി ശതാഹഗമ്യം ദേശം യയോ വിപ്രകൃതേത് ബുദേഹം തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, സാക്ഷി ഗോപാൽ ആ ബ്രാഹ്മണൻ വിളിച്ചപ്പോൾ, സാക്ഷി ഗോപാലിൻ്റെ കഥ അറിയില്ലെങ്കിൽ വേറൊരു അവസരത്തിൽ പറയാം. സാക്ഷി ഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് വന്നു എന്ന് പറഞ്ഞാൽ, അവിടെയും ഗോപാലാണ്, ഇവിടെ നമ്മൾ പുരുഷോത്തമ മഹാരാജൻ്റെ കഥയിലും ഗോപാൽ തന്നെയാണ്. എന്നാൽ സാക്ഷി ഗോപാലിൻ്റെ കഥയിൽ സാക്ഷി പറയാൻ വേണ്ടി ഗോപാൽ പോകുന്നുണ്ട്, ഒരു ബ്രാഹ്മണൻ സഹായിക്കാൻ, ഒരു ഭക്തനെ സഹായിക്കാൻ വേണ്ടി. ആ ഒരു കഥയിൽ പറയുന്നു, ഭഗവാൻ നേരിട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. 100 ദിവസം, ശതാഹഗമ്യം, 100 ദിവസമാണ് നടക്കുന്നത്. സാക്ഷി പറയാൻ വേണ്ടി പോവാണ്, ഭക്തൻ്റെ കൂടെ പോവാണ്. ആരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? ആ ബ്രാഹ്മണൻ കൂടെയുണ്ട്, അദ്ദേഹം മുമ്പിൽ നടക്കുന്നു, നമ്മുടെ ഭഗവാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ മൂർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വെറുതെ പറയുന്ന കഥയല്ല, ഇത് ശരിയായിട്ടുള്ള നടന്നിട്ടുള്ള സ്റ്റോറിയാണ്. എന്താണെങ്കിലും നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അമ്പലത്തിലെ ഭഗവാൻ, പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള, പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഭഗവാൻ, അത് ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ ശരിക്കും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഗോപാലിനോട് പുരുഷോത്തമ മഹാരാജാവ് പോയി ചോദിക്കുന്നു, എനിക്ക് താങ്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? അപ്പോൾ ഗോപാലിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ഗോപാൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എന്നെ കൊണ്ടുപോകൂ. കാര്യം ഗോപാലിന് അറിയാം ഇദ്ദേഹം നല്ലൊരു ആളാണെന്ന്, നല്ലൊരു ഭക്തനാണെന്നുള്ളത്. പുരുഷോത്തമ മഹാരാജാവിൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ, രാജ്ഞിയും അങ്ങനെ തന്നെയാണ്, നല്ലൊരു ഭക്തയാണ്. അങ്ങനെ ഗോപാലിനെയും കൊണ്ട് പുരുഷോത്തമ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പോയി അവിടെ നല്ല ഭംഗിയുള്ളൊരു അമ്പലമൊക്കെ പണിത് ഗോപാലിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ ഒരുപാട്, രാജാവിൻ്റെ സ്വന്തം കീഴിൽ ആണ് അമ്പലം. രാജാവ് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അമ്പലത്തിൽ കൊടുക്കുന്നുണ്ട്. ഭഗവാന് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ സേവനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നിനും ഒരു കുറവില്ല, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. എന്നും ഭഗവാനെ കാണാൻ 2 നേരം ഇദ്ദേഹം പോവും. അദ്ദേഹത്തിൻ്റെ ഭാര്യ, പത്നിയും രാജ്ഞിയും പോവും. രാജ്ഞിയും നല്ലൊരു ഭക്തയായിരുന്നു. അപ്പോൾ രാജ്ഞി ഒരുപാട് അവർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വർണമൊക്കെ ആഭരണങ്ങളൊക്കെ ഗോപാലിന് കൊടുത്തു. കാര്യം ഗോപാലിൻ്റെ ഡെക്കറേഷന് വേണ്ടി, അലങ്കരിക്കാൻ വേണ്ടി, ശൃംഗാരത്തിന് വേണ്ടി ഒരുപാട് ആഭരണങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഗോപാൽ വളരെ ഹാപ്പിയായിട്ട്, ഗോപാലും ഹാപ്പി, അവിടെയുള്ള ഭക്തരും ഹാപ്പി, എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ രാജ്ഞി രാത്രി സ്വപ്നം കാണുവാണ്. അതായത് രാജ്ഞിക്ക് പ്രിയപ്പെട്ട ഒരു മൂക്കിലിടുന്ന ഒരു റിങ് ഉണ്ടായിരുന്നു. മൂക്കുത്തി എന്ന് പറയാൻ എനിക്കറിയില്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന്. എന്താണെങ്കിലും റിങ്, മൂക്കിലിടുന്ന റിങ് സ്ത്രീകളിടുന്നത് കണ്ടിട്ടുണ്ടാവും. കൃഷ്ണൻ്റെ മൂക്കിലുണ്ട്, രാധാറാണിയുടെ ഉണ്ട്. അപ്പോൾ എനിവേ, അപ്പോൾ ഈ രാജ്ഞിക്ക് ഒരു ആഗ്രഹം വന്നു. വളരെ വിലപിടിപ്പുള്ള ഒരു ഭംഗിയുള്ള ഒരു മൂക്കുത്തിയുണ്ട്. അത്
ഗോപാലിന് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം ഇവർക്ക് വന്നു. അപ്പം അതനുസരിച്ച് ഇവർ പ്രാർത്ഥിക്കുകയാണ്, ഗോപാലിനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഗോപാൽ, എനിക്ക് ഒരുപാട് ആഗ്രഹം, ഞാൻ ഒരുപാട് എനിക്ക് ഭഗവാൻ തന്നെ കൊടുത്തിട്ടുള്ള, അങ്ങനെയാണോ, എല്ലാം ഭഗവാൻ കൊടുക്കുന്നതാണ്, തരുന്നതാണ് നമുക്ക്. ഈ രാജ്ഞി നല്ലൊരു ഡിവോട്ടി ആയതുകൊണ്ട്, ഭക്തി ആയതുകൊണ്ട് അവരും അങ്ങനെ തന്നെയാണ് എല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. പറഞ്ഞു, കുറേ സ്വർണം നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഞാൻ തന്നു, പക്ഷേ അതൊക്കെ തന്നിട്ടും എനിക്ക് തൃപ്തിയായിട്ടില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, ഈ ഒരു മൂക്കിൽ ഈ റിങ് അത് എനിക്ക് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ ഇത് ഇടാൻ വേണ്ടിയിട്ടൊരു അതിന് ഹോള് വേണ്ടേ? ഹോളില്ല. അപ്പോൾ ഈ അമ്മ അല്ലെങ്കിൽ ഈ രാജ്ഞി ചിന്തിക്കുകയാണ്, അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഗോപാലനാണെങ്കിൽ മൂക്കുത്തി ഇടാൻ അവിടെ ഒരു സ്ഥലമില്ല, ഓട്ടയില്ലെങ്കിൽ ഇതെങ്ങനെ ഇടാൻ പറ്റും? അപ്പോൾ ആ വിഷമമായി ആക്ച്വലി. അപ്പോൾ കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഓട്ടയില്ല. ഇനി ശ്രീമൂർത്തി വിഗ്രഹത്തിന് ഇനി മൂക്കിൽ ഓട്ട നിറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ആരാധിച്ചു കൊണ്ടിരുന്നൊരു മൂർത്തിയാണ്. അപ്പോൾ അത് സാധിക്കില്ല. അപ്പോൾ ഈ മാത കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യം ദർശനം എടുത്തിട്ടുണ്ട്, അപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ട് മൂക്കിൽ ഈ മൂക്കുത്തി ഇടാനുള്ള വല്ല അവസരമുണ്ടോ. അപ്പോൾ ഒന്നും ഓട്ടയൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷെ മനസ്സിലെപ്പോഴും വിഷമമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ഇതിനെക്കുറിച്ച്. രാത്രി സ്വപ്നത്തിലൊക്കെ കാണുന്നു, ഗോപാലിന് ഇത് മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത്, ഈ ഒരു മൂക്കിലിടുന്ന റിങ്. അപ്പോൾ ഭഗവാന്റെ നന്ദനാഷ്ടകത്തിൽ പറയുന്നുണ്ട് ആക്ച്വലി, ഭഗവാൻ ആക്ച്വലി ഇവിടെ ഒരു റിങ് ഉണ്ട് എന്നുള്ളത്. സുനാസികാര മൗക്തികം സുചന്ദ ദന്തപന്തികം നവാംബുദാംഗ ചിക്കനം നമാമി നന്ദനന്ദനം. അവിടെ പറയുന്നുണ്ട് മൂക്കിലൊരു റിങ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ അമ്മ അല്ലെങ്കിൽ ഈ രാജ്ഞിയുടെ സ്വപ്നത്തിൽ അടുത്ത ദിവസം ഗോപാൽ വരുവാണ് ചെയ്യുന്നത്. ഗോപാൽ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് വിഷമിക്കുന്നത്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വിഷമം കാണുന്നുണ്ട്, എന്ത് പറ്റി? ഞാൻ വന്ന സമയത്ത് ഒരുപാട് സന്തോഷമായിരുന്നു, ഇപ്പോൾ സന്തോഷം കാണുന്നില്ലല്ലോ, എന്താണ് ബുദ്ധിമുട്ട്, എന്താണ് ദുഃഖമുള്ളത്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഗോപാൽ രാത്രി സ്വപ്നത്തിൽ വരുവാണ്. അപ്പോൾ സ്വപ്നത്തിൽ ഗോപാൽ വന്നപ്പോൾ ഈ രാജ്ഞി പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു ധർമ്മസങ്കടമുണ്ട്, വല്ലാത്തൊരു വിഷമമുണ്ട്. ഈ വിഷമം മാറുന്നില്ല, കുറേ ദിവസമായി എൻ്റെ മനസ്സിലിതിങ്ങനെ കിടക്കുവാണ്. കൃഷ്ണൻ ചോദിച്ചു, ഗോപാൽ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞാൻ പറയൂ, എന്നോട് പറയൂ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഒരു വിലപിടിപ്പുള്ളൊരു റിങ്ങുണ്ട്, മൂക്കിലിടാവുന്ന റിങ്ങുണ്ട്, ഞാനത് ഗോപാലിന് തരണമെന്ന് കുറേ ദിവസം വിചാരിക്കുന്നു. പക്ഷേ എനിക്കറിയാം അവിടെ അതിന് ഹോളില്ലാത്തതുകൊണ്ട് എങ്ങനെ ഇടാൻ പറ്റും? ഗോപാൽ ചിരിച്ചുകൊണ്ട് അങ്ങനെ ആ സ്വപ്നം അവിടെ കഴിയുന്നു. അമ്മ എഴുന്നേൽക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലായി സ്വപ്നമാണ്. പിന്നെ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വീണ്ടും ഉറങ്ങുന്ന സമയത്ത് ഗോപാൽ സ്വപ്നത്തിൽ വന്നു. ഗോപാൽ സ്വപ്നത്തിൽ വന്നിട്ട് അപ്പോൾ ഈ രാജ്ഞി സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? ഗോപാൽ വന്ന് വിളിക്കുകയാണ് രാജ്ഞിയെ രാത്രി ഉറക്കത്തിൽ വിളിച്ചിട്ട് പറയുവാണ്, എണീക്കൂ, ഇന്നലെ പറഞ്ഞില്ലേ ആ കാര്യം? അപ്പോൾ എന്ത് കാര്യം? അപ്പോൾ ഈ മൂക്കുത്തി ഇടാനുള്ള കാര്യം, മൂക്കുത്തി എനിക്ക് സമ്മാനമായിട്ട് തരാമെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഗോപാൽ പറഞ്ഞു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നൂടെ, എനിക്ക് തന്നോളൂ. അപ്പോൾ ഇവർ ചോദിച്ചു, അപ്പോൾ ഈ രാജ്ഞി ചോദിച്ചു, തരാം, എനിക്ക് തരുന്നതിനല്ല കുഴപ്പം, പക്ഷെ അതെങ്ങനെ ഇടും? ഓട്ട വേണ്ടേ? അപ്പോൾ ഗോപാൽ പറയാ, ആര് പറഞ്ഞു ഓട്ടയില്ല എന്നുള്ളത്? ഞാൻ കാണിച്ചു തരാം, എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഗോപാൽ മൂക്ക് കാണിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് പറയുവാണ്. അപ്പോൾ ഈ രാജ്ഞിക്ക് അത്ഭുതമായി. രാജ്ഞി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഗോപാൽ കാണിച്ചു കൊടുത്തു, എൻ്റെ മൂക്കിൽ ഓട്ടയുണ്ട്, ഈ റിങ് ശരിക്കും കറക്റ്റായിട്ട് അവിടെ ഫിറ്റാവും, അതുകൊണ്ട് എനിക്ക് തരൂ. ഗോപാൽ പറഞ്ഞു. സന്തോഷമായി. അപ്പോൾ ഈ അമ്മ ചോദിച്ചു, രാജ്ഞി ചോദിച്ചു,
ഇത് എപ്പോഴാണ് ഇത് സംഭവിച്ചത്, ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോപാൽ പറഞ്ഞു, ഇത് പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ എനിക്കുള്ളതാണ്. യശോദറാണി എൻ്റെ അമ്മ യശോദ എനിക്ക് മൂക്കിൽ റിങ് ഇട്ട് തരാറുണ്ട്. എൻ്റെ മൂക്കിൽ ആദ്യം മുതലേ അമ്മ ഓട്ട കുത്തി തന്നിട്ടുണ്ട്, റിങ് ഇട്ട് തരാറുണ്ട്. ഇത് പുതിയതല്ല, പണ്ട് മുതലേ ഉള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പോൾ രാജ്ഞിക്ക് സന്തോഷമായി. അങ്ങനെ രാജ്ഞി ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ആക്ച്വലി ഗോപാലിനെ ഇടിപ്പിച്ച് കൊടുക്കുന്നു. അടുത്ത ദിവസം പോയി അമ്പലത്തിൽ ഗോപാൽ പോയി നോക്കുമ്പോൾ അവിടെ കറക്റ്റായിട്ട് ഗോപാൽ പറഞ്ഞ പോലെ തന്നെ, ഇത് സ്വപ്നത്തിലാണ് കാണുന്നത്. ഇതിനു മുമ്പ് രാജ്ഞി പോയിട്ടുണ്ട് അവിടെ, രാജ്ഞി കണ്ടിട്ടില്ല, ഈ ഹോള് കണ്ടിട്ടില്ല. എന്നാൽ അടുത്ത ദിവസം പോകുമ്പോൾ ഈ റിംഗ് ആയിട്ട് പോകുമ്പോൾ ഗോപാലിന് വളരെ വിസിബിൾ ആയിട്ടുള്ള, കാണാൻ പറ്റുന്ന രീതിയിലുള്ള അവിടെ ഹോൾ ഉണ്ടായിരുന്നു, ഓട്ടയുണ്ടായിരുന്നു. അവിടെ പോയി രാജ്ഞി അത് അണിയിക്കാൻ വേണ്ടി പൂജാരിക്ക് കൊണ്ടു കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു പാഠം എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഭഗവാൻ ആക്ച്വലി ചിലപ്പോൾ അവിടെ ഓട്ടയുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ഭഗവാന്റെ ശുദ്ധ ഭക്തർ അവർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ടി, ഭഗവാനെ സേവിക്കാൻ വേണ്ടി അവർ ഏത് രീതിയിലാണോ അവർ ആഗ്രഹിക്കുന്നത്, നല്ല മനസ്സോടുകൂടി, വളരെ ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി ആരാണോ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടത്, അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അത് ചിലപ്പോൾ ആ സമയത്ത് ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും ഭഗവാൻ അത് ചെയ്തു കൊടുക്കാൻ, ഭക്തന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു റിങ് ഗോപാലിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് ഓട്ടയില്ല, എനിക്ക് ഇടാൻ പറ്റില്ല, അത് കിട്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും. അങ്ങനെ സംഭവിച്ചില്ല. ആ ഭഗവാൻ അടുത്ത ദിവസമാകുമ്പോഴേക്കും അതിന് വേണ്ട സെറ്റപ്പ് ഉണ്ടാക്കി. അതാണ് ഭക്തരുമായിട്ടുള്ള കണക്ഷൻ. ഇതാണ്. ഇതേപോലെ തന്നെ രാധാരമണിൻ്റെ സ്റ്റോറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വൃന്ദാവനത്തിലെ രാധാരമൺ ശാലിഗ്രാം ശിലയായിരുന്നു. ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ കയ്യിൽ ശാലിഗ്രാം ശിലയായിരുന്നു. ഗോപാൽ ഭട്ട ഗോസ്വാമി കരഞ്ഞുകൊണ്ട് കാര്യം ഗോപാൽ ഭട്ട ഗോസ്വാമിക്ക് ഒരുപാട് സ്വർണം അടുത്തുള്ള രാജ്യത്തിലുള്ള ഒരു രാജാവ് ഇതേപോലെ കൊണ്ടുകൊടുത്തു. ഒരുപാട് പണ്ടങ്ങളും ഒരുപാട് ആഭരണങ്ങളൊക്കെ കൊടുത്തു. ഗോപാൽ ഭട്ട ഗോസ്വാമി ശാലിഗ്രാം ശില നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഭരണങ്ങളൊക്കെ എനിക്ക് കിട്ടി, പക്ഷേ ഇതെങ്ങനെ ഞാൻ അണിയിക്കും? ശിലയാണ്, ശിലയുടെ മുകളിൽ ആഭരണം അണിയിക്കാൻ പറ്റുമോ? അപ്പോൾ ഗോപാൽ ഭട്ട ഗോസ്വാമി മനസ്സിൽ ചിന്തിച്ചേ ഉള്ളൂ, പ്രാർത്ഥിച്ചു ഭഗവാനോട്, ഭഗവാനെ ഈ ആഭരണങ്ങളൊക്കെ എനിക്ക് കിട്ടി, അങ്ങയുടെ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും അതെനിക്ക് വന്നത്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വന്നത് എനിക്ക് അടുത്തുള്ള രാജ്യത്തിലുള്ള രാജാവ് ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കും? അങ്ങ് ശിലാരൂപത്തിലാണ് ഇരിക്കുന്നത്, ശിലരൂപത്തിൽ ഞാൻ ഇതെങ്ങനെ അലങ്കരിക്കും? അങ്ങ് ശ്യാമസുന്ദരനാണ്, കൃഷ്ണനാണ്, വൃന്ദാവനത്തിലെ ശ്യാമസുന്ദരനാണ്. അപ്പോൾ ആ ത്രിഭംഗ ലളിത ശ്യാമസുന്ദര രൂപം ആയിരുന്നെങ്കിൽ അങ്ങനൊരു രൂപം ആയിരുന്നെങ്കിൽ ഞാനിതെല്ലാം എനിക്ക് അണിയിക്കാൻ സാധിച്ചേനെ, അങ്ങേ അലങ്കരിക്കാൻ എനിക്ക് സാധിച്ചേനെ, അങ്ങേ ശൃംഗാരം ചെയ്യാൻ എനിക്ക് സാധിച്ചേനെ. ഇത്രയും ഗോപാല ഭട്ട ഗോസ്വാമി ആലോചിച്ചുള്ളൂ മനസ്സിൽ. അദ്ദേഹം ഈ ഒരു പ്രാർത്ഥനയോടുകൂടി, ഈ ഒരു സങ്കടത്തോടുകൂടി കിടന്നുറങ്ങുവാണ് അന്നത്തെ രാത്രിയിൽ. അടുത്ത ദിവസം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശാലിഗ്രാം ശില ത്രിഭംഗ ലളിത ശ്യാമസുന്ദര രൂപത്തിൽ രാധാരമണിൻ്റെ ഇപ്പോൾ നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ കാണാം, രാധാരമൺ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ആ രാധാരമണിൻ്റെ ആ ശ്രീമൂർത്തി വിഗ്രഹം ഇതേപോലെ സംഭവിച്ചതാണ്. ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ ശാലിഗ്രാമിനെ ഡെക്കറേറ്റ് ചെയ്യണം. പക്ഷേ ഗോപാൽ ഭട്ട ഗോസ്വാമി ആഗ്രഹിച്ച പോലെ തന്നെ അതേ രൂപത്തിൽ എങ്ങനെയായിരുന്നു ശ്രീ ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ മനസ്സിൽ, ഹൃദയത്തിൽ തോന്നിയ ആ രൂപം അതേപോലെ തന്നെ രാധാരമൺ മാനിഫെസ്റ്റ് ആവുന്നു. രാധാരമൺ അവിടെ പ്രകടമാവുക ചെയ്യുന്നത്. ആ ശാലിഗ്രാം ശില മാറുന്നു ശ്യാമസുന്ദര രൂപത്തിലേക്ക്. സോ ഇതിൽ നിന്നൊക്കെയുള്ള ലെസൺ എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും എന്നുള്ളതല്ല, ആ ഭക്തർ, അതായത് അതേപോലുള്ള ഹൈ ക്ലാസ് ഭക്തർ അല്ലെങ്കിൽ അതേപോലെ പരിശുദ്ധരായിട്ടുള്ള ഭക്തർ, അവരാഗ്രഹിക്കുന്നു, അവരെന്താഗ്രഹിക്കുന്നു അത് ഭഗവാൻ നടത്തി കൊടുക്കാൻ തയ്യാറാണ്. കാര്യം ഇതെല്ലാം ഭഗവാനെ സേവിക്കുവാനുള്ള ആഗ്രഹത്തിൻ്റെ പുറകിലുള്ള ആഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ സേവിക്കുവാനുള്ള ആഗ്രഹങ്ങളാണ് പല രീതിയിൽ. അപ്പോൾ ആ സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല, പക്ഷേ ഭഗവാൻ തയ്യാറാണ്. ഓക്കെ, എൻ്റെ ശുദ്ധ ഭക്തൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഞാനത് നടത്തി കൊടുക്കാം. ഈ രണ്ട് ഉദാഹരണത്തിൽ നമുക്ക് കാണാം, ഇല്ലാത്ത മൂക്കിൽ റിങ് ഇടാനുള്ള ഓട്ട വന്നു, ശീലയായിട്ടുണ്ടായിരുന്ന
രാധാരമൺ അന്ന് ശൈലയായിരുന്നു, പിന്നെ രാധാരമണായി മാറുന്നു. ഇതാണ് ഭഗവാൻ. ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇതേപോലെ വേറൊരു കഥയും കൂടെയുണ്ട്. ജഗന്നാഥപുരിയിൽ ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾ മുമ്പ്, 200 വർഷങ്ങൾ മുമ്പ് അവിടെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. ത്വലീച്ച മഹാപത്ര എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നല്ലൊരു ഭക്തനാണ്, നല്ല പരിശുദ്ധ ഭക്തനാണ്. ഭഗവാനെ നല്ല രീതിയിൽ സേവനം ചെയ്യും. ജഗന്നാഥനെ എല്ലാ ദിവസവും വേണ്ട രീതിയിൽ എല്ലാ സേവനങ്ങളും ചെയ്യും. അന്നത്തെ കാലത്ത് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു ഭക്തനാണ്. ഒറീസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ രാജ്യഭരണം ഉണ്ടായിരുന്ന സമയം മുഴുവനും രാജാവ് ജഗന്നാഥൻ്റെ ഭക്തനായിരിക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ. നമ്മുടെ പ്രതാപരുദ്ര മഹാരാജനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ചൈതന്യ ചരിതാമൃതത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വരുന്ന എല്ലാവരും ശുദ്ധ ഭക്തരായിരുന്നു, നല്ല ഭക്തരായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ത്വലീച്ച മഹാപത്ര പൂജാരിയായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രാജാവും നല്ല ഭക്തനായിരുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണൻ, ഈ പൂജാരി ത്വലീച്ച മഹാപത്ര, അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഭഗവാനെ സേവിക്കുമായിരുന്നു, ജഗന്നാഥനെ സേവിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാജാവ് ദർശനമെടുക്കാൻ ജഗന്നാഥ അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒരു ട്രഡീഷനാണ് പ്രസാദം കൊടുക്കുക എന്നുള്ളത്, അല്ലേ? നമ്മളും കണ്ടിട്ടുണ്ടാവും, അമ്പലത്തിൽ പോകുമ്പോൾ പ്രസാദം കിട്ടും. ഇവിടെ സാധാരണ ചെയ്യുന്നത് ജഗന്നാഥൻ്റെ ദർശനമെടുക്കാൻ രാജാവ് വന്നു കഴിഞ്ഞാൽ ദർശനം എടുത്ത് പോകുന്ന സമയത്ത്, ദർശനം എടുക്കാൻ വരുന്ന സമയത്ത് പൂജാരി ഭഗവാന്റെ കഴുത്തിലുള്ള മാല രാജാവിന് പ്രസാദമായിട്ട് കൊടുക്കും. ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന പതിവാണ്. എല്ലാ ദിവസവും രാജാവിന് മാല കിട്ടും. മാല പ്രസാദമായിട്ട് പൂജാരി കൊടുക്കും. അപ്പോൾ ഇത് എന്നും ചെയ്യുന്നുണ്ട്, എന്നും റെഗുലറായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു ദിവസം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ത്വലീച്ച മഹാപത്ര കുറച്ച് വൈകിപ്പോയി. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ഉറക്കത്തിൽപ്പെട്ട് അദ്ദേഹം കുറച്ച് വൈകി. അപ്പോൾ രാജാവാണെങ്കിൽ കാലത്ത് തന്നെ ദർശനത്തിന് വരും, അതിരാവിലെ ദർശനത്തിന് വരും. അപ്പോൾ തലേ ദിവസം അണിയിച്ചിട്ടുള്ള ഹാരങ്ങളൊക്കെ മംഗളാരതി സമയത്ത് എടുക്കും, അല്ലേ? ആ ഹാരമാണ് ഇദ്ദേഹത്തിന് രാജാവിന് കൊടുക്കാറുള്ളത്. അതാണ് പതിവ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് അദ്ദേഹം വരാൻ കുറച്ച് വൈകിപ്പോയി. മാത്രമല്ല, തലേ ദിവസം ഉണ്ടായിരുന്ന പൂജാരി ആ മാലകൾ അത് മാറ്റിവെക്കുന്ന സമയത്ത് എന്തോ സംഭവിച്ച് അവസാനം മാലയില്ലാത്തൊരു അവസ്ഥയായി. അതായത് ത്വലീച്ച മഹാപത്ര അമ്പലത്തിലേക്ക് വരുന്നു, രാജാവ് വരാനുള്ള സമയമായി. നോക്കുമ്പോൾ മാല കൊടുക്കാൻ, രാജാവിന് പ്രസാദമായിട്ട് കൊടുക്കാൻ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാവാറുള്ളത്, അന്നത്തെ ദിവസം അവിടെ മാലയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ പേടിയായി. രാജാവിന് പ്രസാദം കൊടുക്കാനില്ലെങ്കിൽ, പ്രസാദം മാല കൊടുക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യും? രാജാവിന് ദേഷ്യം വരും. എനിക്ക് ചിലപ്പോൾ എന്നെ പിടിച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ എൻ്റെ ഈ സേവനം ചിലപ്പോൾ അദ്ദേഹം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കും. അദ്ദേഹത്തിന് ടെൻഷനായി, ഒരുപാട് ടെൻഷനായി. ജഗന്നാഥനോട് പോയി പറഞ്ഞു, ജഗന്നാഥ് എന്തെങ്കിലും ഒരു വഴി കാണിക്കൂ, രാജാവ് വരാൻ ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ, കുറച്ച് മിനിറ്റുകളിൽ അദ്ദേഹം ഇവിടെ എത്തും, ഞാൻ എന്ത് ചെയ്യും? എവിടെ നിന്ന് ഞാൻ ഹാരം എടുത്ത് കൊടുക്കും? ഞാൻ എങ്ങനെ പ്രസാദം കൊടുക്കും? എന്നുള്ള കൺഫ്യൂഷനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ടെൻഷനായിരുന്നു. ജഗന്നാഥൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ജഗന്നാഥനെ സ്ഥിരം എല്ലാ ദിവസവും സേവനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ജഗന്നാഥ് വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കൂ. ജഗന്നാഥനെ വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തോട് ത്വലീച്ച മഹാപത്ര അദ്ദേഹത്തോട് പറഞ്ഞു, ജഗന്നാഥ് അവർ സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ജഗന്നാഥ് പറയും, എന്തിനാ പേടിക്കുന്നത്? കുഴപ്പമില്ല, രാജാവ് വരാനുള്ള സമയം എനിക്കറിയാം, കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കഴുത്തിലൊരു മാല കിടക്കുന്നുണ്ടല്ലോ, ആ മാല എനിക്ക് തന്നാൽ മതി. ആ മാല എൻ്റെ കഴുത്തിലിട്ടോളൂ. എന്നിട്ട് രാജാവ് വന്ന് ദർശനം എടുക്കുന്ന സമയത്ത് ആ മാല എൻ്റെ കഴുത്തിലുണ്ടാവും. ദർശനമെടുത്ത് സാധാരണ ചെയ്യുന്ന പോലെ എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച്, രാജാവിൻ്റെ മുമ്പിൽ വെച്ച് ഈ മാല എൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്ത് രാജാവിനെ കൊണ്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജഗന്നാഥ് പറഞ്ഞു കൊടുത്ത ഐഡിയയാണത്. ജഗന്നാഥ് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. ഇദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ ശരിയാവുന്നു? ത്വലീച്ച മഹാപത്ര പൂജാരി പറഞ്ഞു, ഇതെങ്ങനെ ശരിയാവുന്നു? ഞാൻ അണിഞ്ഞ ഹാരം, കാര്യം അദ്ദേഹത്തിന് വേറെ ആരോ, അദ്ദേഹം വരുന്ന സമയത്ത്, അദ്ദേഹം പൂജയ്ക്ക് വരുന്ന സമയത്ത് ആരോ അദ്ദേഹത്തിന് അണിയിച്ചു കൊടുത്ത മാലയാണ്. ആക്ച്വലി പൂജ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
അപ്പോൾ ഈ കഴുത്തിൽ മാലയുള്ള കാര്യം ഇദ്ദേഹം മറന്നു. ആരോ ഇടിപ്പിച്ചു, വരുന്ന വഴിക്ക് ഇടിപ്പിച്ചു കൊടുത്താണ്, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് അത്രേ അറിയുള്ളൂ എവിടെ നിന്ന് വന്നു എന്നുള്ളത് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. ജഗന്നാഥ് പറഞ്ഞു, ആ മാല മതി, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ഇതേ ഉള്ളൂ, ഇനി വേറെ വഴിയില്ല, പുതിയ മാലയൊന്നും കൊടുക്കാൻ ഇനി അവസരമില്ല, ആരുമില്ല അവിടെ. ആ സമയത്ത് മാലയില്ല. രാജാവാണെങ്കിൽ നിമിഷങ്ങൾക്കകത്ത് എത്തും, എന്ത് ചെയ്യും? അപ്പോൾ ജഗന്നാഥ് പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിന് മടി. കാര്യം ഇദ്ദേഹം ആരാധിക്കുന്ന പൂജിക്കുന്ന ഭഗവാൻ അദ്ദേഹം ധരിച്ച മാലയാണ് ഇടിപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വിഷമമാണ്. ഓഹോ, ഇത് തെറ്റാണ്, ഞാൻ അണിഞ്ഞ മാലം ഭഗവാൻ ഇടിപ്പിച്ചു കൊടുക്കുകയാണ്, അത് അപരാധമാണ്, അത് ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാവത്തിലാണ് അദ്ദേഹം ഇരുന്നത്. ആ സമയത്ത് ജഗന്നാഥ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം, തൽക്കാലം ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടണം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം, ബാക്കി കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്യാം, ജഗന്നാഥ് പറഞ്ഞു. വേറെ ഓപ്ഷനില്ല. ജഗന്നാഥിൻ്റെ ഒരു ഉറപ്പിൽ തൊലീച്ച മഹാപത്ര ഓക്കെ, ആ മാല അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന മാല എടുത്ത് ജഗന്നാഥനെ അണിയിച്ചു കൊടുത്തു. അത് ആ നിമിഷത്തിൽ തന്നെ രാജാവ് വന്നു. രാജാവ് ദർശനം എടുക്കുന്നു. ദർശനം എടുത്ത് അദ്ദേഹം പോകാൻ നേരത്ത് പതിവ് പോലെ മാല കൊടുക്കണ പരിപാടിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം പൂജാരി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജഗന്നാഥൻ്റെ ശരീരത്തിൽ നിന്ന് ആ മാല എടുക്കുന്നത്. ഭഗവാനെ, എന്നെ കാത്തു, എന്നെ രക്ഷിച്ചു. രാജാവ് ഹാപ്പിയാണ്, രാജാവ് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാവിന് മാലയും കൊണ്ടുകൊടുത്തു, രാജാവിന് മാല കൊടുത്തു, പ്രസാദം കൊടുത്തു. രാജാവ് സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. അത് കഴിഞ്ഞ് നേരെ ഇദ്ദേഹം ജഗന്നാഥൻ്റെ അടുത്ത് പോയി. ജഗന്നാഥനോട് പറഞ്ഞു, എന്നെ രക്ഷിച്ചു അങ്ങ്. കാര്യം ഏതെങ്കിലും കാരണവശാൽ ഇന്ന് മാല കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതോടുകൂടി എൻ്റെ ഇന്നത്തെ സേവനം, ഇന്നത്തെയല്ല എന്നേക്കുമായ എൻ്റെ സേവനം ഇവിടെ അവസാനിക്കും. അത് എനിക്ക് ഉറപ്പാണ്. രാജാവ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, അത് ഉറപ്പായിരുന്നു. പക്ഷേ ജഗന്നാഥ്, നീ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ജഗന്നാഥ് ചിരിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞില്ല, ചിരിച്ചു. ഓക്കെ എല്ലാം ഓക്കെ, നല്ലത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, രാജാവ് വീട്ടിലോട്ട് തിരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം അവിടെ സാധാരണ പതിവ് പോലെ കാലത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് ആളുകളോട്, മന്ത്രിമാരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ജഗന്നാഥൻ്റെ മാലയുണ്ട്. ഇതെല്ലാ ദിവസത്തെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, റുട്ടീനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പ്രസാദ മാലയുണ്ട്, കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാല അദ്ദേഹം പിടിക്കുന്നുണ്ട്, ഇടയ്ക്ക് മണക്കുന്നുണ്ട്, പ്രസാദം മണക്കുന്ന പോലെ പ്രസാദമാല മണക്കുന്നുണ്ട്, കയ്യിൽ വയ്ക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അപ്പോൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് അദ്ദേഹം എടുത്ത് പ്രസാദം മണക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മുടി കാണുന്നു മാലയിൽ. ഈ ഹാരത്തിൽ ഒരു മുടി ഇദ്ദേഹം ഇങ്ങനെ കുറേ പ്രാവശ്യം ചെയ്തു. പക്ഷേ ഇടയിലാണ് ഈ മുടി കണ്ടപ്പോൾ അദ്ദേഹം ആകെ പേടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം അത്ഭുതമായി. ഇതെങ്ങനെ മുടി വന്നു? എങ്ങനെ ജഗന്നാഥന് നമ്മൾ ഓഫർ ചെയ്യുന്ന മാല പരിശുദ്ധമായിരിക്കണം, മുടിയും അങ്ങനെയുള്ള അശുദ്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അത് അണിയിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അല്ലേ? അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും അമ്പലത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല മാലയിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, പൂജാരി ശരിക്കും സേവനം അവിടെ ചെയ്യുന്നില്ല, പൂജാരി എന്നെ പറ്റിക്കുകയാണ്, വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. അപ്പോൾ എന്തോ എനിക്ക് ഏത് മാലയാണ് തന്നതെന്നുള്ളത് പോലും എനിക്ക് സംശയമുണ്ട്. ജഗന്നാഥൻ്റെ മാലയല്ല ഇത്, വേറെ എവിടുന്നോ ആരോ അണിഞ്ഞിട്ടുള്ള മാല എനിക്ക് തന്നിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് പൂജാരിയെ ശരിയാക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം ഉടനെ തന്നെ ഇറങ്ങി അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ പാവം തൊലീച്ച മഹാപത്ര ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെൻഷൻ മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ജഗന്നാഥ് ഒന്നും മിണ്ടിയില്ല, നേരത്തെ ചിരിച്ചേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് രാജാവ് ദേഷ്യത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 മിനിസ്റ്റേഴ്സ് ഉണ്ട്. അറസ്റ്റ് ചെയ്യാൻ, ഈ പൂജാരിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പടയാളികളെയും കൊണ്ടുപോയിട്ടുണ്ട് ഇദ്ദേഹത്തെ പൂജാരി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ വരുവാണ്. ആ സമയത്ത് ഇദ്ദേഹത്തെ, അപ്പോൾ രാജാവ് വീണ്ടും വന്നപ്പോൾ പൂജാരിക്ക് അത്ഭുതമായി. സാധാരണ രണ്ടാമത് ഇത്രയും പെട്ടെന്ന് വരാറില്ല. പെട്ടെന്ന് വന്നു. രാജാവ് എന്തു പറ്റി? രാജാവ് എന്താണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ദേഷ്യത്തോടുകൂടി രാജാവ് ഈ പൂജാരിയോട് സംസാരിക്കുകയാണ്. നീ ആരാണെന്ന് നിൻ്റെ വിചാരം? നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? അതായത്
നീ ജഗന്നാഥൻ്റെ മാല തരുന്നതിന് പകരം നീ വേറെ ആരോ അണിഞ്ഞിട്ടുള്ള മാല എനിക്ക് സമർപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉള്ളിലറിയാം, അദ്ദേഹത്തിന് പാവം, ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആ സമയത്താണ് ഇത് വന്ന് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, ശരിയാണ്, ഞാൻ അണിഞ്ഞ മാലയാണ്, പക്ഷേ ഇതിന് ഉത്തരവാദി ഞാനല്ല, ഞാനിത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ജഗന്നാഥ് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അപ്രത്യക്ഷമാവാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും തടി തപ്പാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു ഐഡിയ പറഞ്ഞെന്ന് ജഗന്നാഥൻ, ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്, രാജാവിനോട് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുവാണ്, ഓഹ് ജഗന്നാഥ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, രാജാവ് ചോദിക്കുന്നുണ്ട്, സത്യം പറയണം, നീ സത്യം പറയണം, ഈ മാല എവിടെ നിന്നാണ്? എനിക്ക് ഉറപ്പാണിത് ജഗന്നാഥൻ്റെ മാലയല്ല എന്നുള്ളത് എന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, അല്ല ശരിക്കും ജഗന്നാഥൻ്റെ മാലയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, പൂജാരി അദ്ദേഹം പറഞ്ഞു, നീ ഇനി നുണ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ചീത്ത പറഞ്ഞ് പേടിപ്പിക്കുവാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, അങ്ങ് കണ്ടതല്ലേ, അങ്ങ് വന്ന സമയത്ത്, ഇവിടെ ദർശനം എടുക്കുന്ന സമയത്ത് അങ്ങയുടെ മുമ്പിലാണ് ഞാൻ മാല ജഗന്നാഥനിൽ നിന്ന് എടുത്ത് അങ്ങേക്ക് പ്രസാദമായിട്ട് തന്നത്, അങ്ങ് കണ്ടതാണ് മാല തരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാല തന്നത് എനിക്കറിയാം, പക്ഷേ ഈ മാല ജഗന്നാഥൻ്റെ മാലയല്ല, ഈ മാല ജഗന്നാഥൻ്റെ മാലയല്ല, എനിക്ക് ഉറപ്പാണ്, ഇത് വേറെ ആരോ ധരിച്ച മാലയാണ് എന്ന് ഇദ്ദേഹം ഉറപ്പായിട്ട് പറയുക. അപ്പോൾ തൊലിച്ച മഹാപത്രയ്ക്ക് മനസ്സിലായി, ആകെ പണി അല്ലെങ്കിൽ ഇതാകെ ബുദ്ധിമുട്ടായി, പാളിപ്പോയി, ഐഡിയ പാളിപ്പോയി. ആ ഐഡിയ അദ്ദേഹത്തിന് തോന്നിയ ഐഡിയ അല്ല, ജഗന്നാഥ് പറഞ്ഞു കൊടുത്ത ഐഡിയയും കൂടിയാണ്. അപ്പോൾ ജഗന്നാഥനോട് പ്രാർത്ഥിക്കും, ജഗന്നാഥ് നീ തന്നെ പറഞ്ഞു തന്ന ഐഡിയ അവസാനം ഇതെനിക്ക് വലിയൊരു പ്രശ്നമായി മാറി. രാജാവ് പറയുന്നുണ്ട്, നീ നുണ പറയാണെന്ന് എനിക്കറിയാം, ഇന്ന് മുതൽ നിൻ്റെ എല്ലാ സേവനങ്ങളും ഞാൻ അവസാനിപ്പിക്കും, മാത്രമല്ല നിന്നെ ജയിലിൽ കൊണ്ടിടാൻ പോവാണ്, ഇനി അതിനുശേഷം എന്ത് ശിക്ഷ തരണമെന്ന് ഞാൻ തീരുമാനിക്കും, ഇനി നീ ഇവിടെ വരില്ല, നീ ഒരു നിമിഷം പോലും നിനക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിപ്പിക്കുവാണ്. ഇദ്ദേഹം അങ്ങോട്ട് കരഞ്ഞു തുടങ്ങി, തുലിച്ച മഹാപത്ര പോയി കരയുന്നു. അപ്പോൾ രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ചെയ്തു, പറ്റിച്ചു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം ജഗന്നാഥനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സിൽ, ജഗന്നാഥ് നീ തന്നെ പറഞ്ഞ ഐഡിയ അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്, ഇപ്പം ഞാൻ കുഴപ്പത്തിലായി, നീ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കുമോ, ഇല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ്. കരഞ്ഞുകൊണ്ടാണ്, ഇതേപോലെ ചിരിച്ചുകൊണ്ടല്ല പറയുന്നത്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒരു സീനാണിത്. നമ്മൾ തമാശയായിട്ട് പറയുന്ന, ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന അങ്ങനെയാണെന്ന് വെച്ചാലും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണോ, ജഗന്നാഥ് പ്ലീസ് എന്തെങ്കിലും ഒരു വഴി കാണിക്കും, നീ പറഞ്ഞിട്ട് ചെയ്തു, ഇനിയിപ്പോൾ ഞാൻ ആകെ വെള്ളത്തിലായി, കുഴപ്പമായി, എല്ലാ കാര്യവും പോയി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ എന്ത് പറയണമെന്ന് പോലും അറിയില്ല രാജാവിനോട്, ഒന്ന് പറയൂ, എന്ത് ഞാൻ ചെയ്യണം? ജഗന്നാഥ് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ പറഞ്ഞ വാക്കിൽ തന്നെ പിടിച്ചു നിൽക്കുക, ഇത് എൻ്റെ ജഗന്നാഥൻ്റെ മാല തന്നെയാണ് എന്നുള്ളത് നീ ഉറപ്പ്, അത് മാറ്റരുത്, ആ വാക്ക് മാറ്റാതെ നീ പറഞ്ഞുകൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, പൂജാരി ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, രാജാവ് സത്യം പറയണം, നീ എവിടുന്നാണ് ഈ മാല കിട്ടിയത്, ആരുടെ മാലയായിരുന്നു, ആര് ധരിച്ച മാലയാണ്, നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു, ഇത് ജഗന്നാഥൻ്റെ മാലയാണ്, വേറെ ആരുടെ മാലയല്ല, ജഗന്നാഥ് അതാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ അതനുസരിച്ച് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവസാനം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് അതിനുള്ള തെളിവ് കിട്ടിയത് കൊണ്ടാണ് നിന്നോട് ചോദിക്കുന്നത്, നീ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ മാലയിൽ നിന്ന് മുടി കിട്ടി, എനിക്ക് ഉറപ്പാണ് ഇത് ജഗന്നാഥൻ്റെ മാലയല്ല എന്നുള്ളത്. കാര്യം ജഗന്നാഥന് മുടിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, എന്നാൽ നിനക്ക് മുടിയുണ്ട്, ഇത് നീ ധരിച്ചതല്ലേ, സത്യം പറയണം, സത്യം അതാണ്, ശരിക്കും അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പാവം പൂജാരി ബ്രാഹ്മണൻ, അദ്ദേഹം പേടിച്ച് വരച്ചു തുടങ്ങി, സത്യം അല്ലാന്ന് പറയാനും പറ്റില്ല, സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥയും തീരും, ജഗന്നാഥാണെങ്കിൽ നുണ പറയാനും പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ സത്യം പറയേണ്ട ഒരാളാണ്, പക്ഷെ ജഗന്നാഥ് അങ്ങനെയല്ല പറഞ്ഞത്. അവസാനം ഇദ്ദേഹം പറഞ്ഞു, അല്ല എൻ്റെ മാല എൻ്റെ തന്നെയാണ്, ഇത് ജഗന്നാഥൻ്റെ തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പിടിച്ചു നിൽക്കുമായിരുന്നു. അവസാനം ഇദ്ദേഹം പറഞ്ഞു,
രാജാവ് പറഞ്ഞു, നിനക്ക് ഒരു ദിവസം ഞാൻ സമയം തരും, ഒറ്റൊരു ദിവസം സമയം തരും. നീ എൻ്റെ അടുത്ത് വന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. ഉള്ളത് നീ പറഞ്ഞില്ലെങ്കിൽ അതോടുകൂടി നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മുടക്കും, നിന്നെ ഞാൻ പിടിച്ച് കാരാഗ്രഹത്തിലിടും എന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹം പോയി. ഇദ്ദേഹം പറഞ്ഞ ദേഷ്യത്തിൽ രാജാവ് തിരിച്ചു പോയി. ഇദ്ദേഹം ഓടി. തൊലിച്ച മഹാപുത്രൻ ഉടനെ ജഗന്നാഥൻ്റെ അടുത്ത് ഓടിപ്പോയി പറയും, എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? ഇത്രയും ദിവസം ഞാൻ എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, സ്നേഹത്തോടുകൂടി ചെയ്യുവാണ്. ഈ ഒരു ധർമ്മസങ്കടത്തിൽ ഇപ്പോൾ നിങ്ങളാക്കി എന്നെ. ആ മാല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം മാല, ഞാൻ ധരിച്ച മാല ജഗന്നാഥന് തന്നു, അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം കഴുത്തിലിട്ടു, അദ്ദേഹം അത് മണപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം മുടി കണ്ടു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ജഗന്നാഥ് ഒന്നും പറയുന്നില്ല, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ചിരിച്ചുകൊണ്ടിരുന്നുള്ളൂ, ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് അദ്ദേഹത്തോട് ഉത്തരം പറയണം. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. ഇനി എല്ലാ പ്ലാനും നീ തന്നെ ചെയ്തു, ഇനി ബാക്കിയുള്ളതും കൂടെ പറഞ്ഞു തരൂ, എന്താ ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ജഗന്നാഥൻ്റെ കാലക്കിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രിയായപ്പോൾ രാജാവിൻ്റെ സ്വപ്നത്തിൽ ജഗന്നാഥ് വരുന്നു. ജഗന്നാഥ് സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കും, രാജാവിനോട് കുറച്ച് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തിനാണ് എൻ്റെ ഭക്തനെ, എന്തിനാണ് എൻ്റെ പൂജാരി, അവനെ നീ ചീത്ത പറയുന്നത് എന്തിനാണ്? ആ വ്യക്തി എനിക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ്, എന്നെ എന്നും സേവിക്കുന്ന ആളാണ്, എന്തിനാണ് അവനെ ചീത്ത പറഞ്ഞത്? അപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ രാജാവ് പറയുന്നുണ്ട്, കാരണം ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി അത് മാല അശുദ്ധമായിട്ടുള്ള മാലയാണ്, അത് ജഗന്നാഥൻ്റെ മാലയല്ല, അദ്ദേഹം ധരിച്ച മാലയാണ്. മുടിയുണ്ടായിരുന്നു, മുടി കിട്ടി. അപ്പോൾ ഇത് മുടി കിട്ടി എന്നുണ്ടെങ്കിൽ നിനക്ക് എന്താണ് ഉറപ്പ്? മുടി കിട്ടി എന്നുള്ളത് ഓക്കെ ശരി, പക്ഷേ അതുകൊണ്ട് എൻ്റെ മാലയാവില്ല എന്ന് എന്താണ് നിനക്ക് ഉറപ്പ്? അപ്പോൾ അതെനിക്കറിയാം, ബിക്കോസ് ജഗന്നാഥ് അങ്ങേക്ക് മുടിയില്ലല്ലോ, അതെനിക്കറിയാമല്ലോ. അപ്പോൾ ജഗന്നാഥ് ചോദിച്ചു, എനിക്ക് മുടിയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്ക് മുടിയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? അപ്പോൾ രാജാവ്, ഇതെല്ലാം കോൺവെർസേഷൻ സ്വപ്നത്തിൽ നടന്നുകൊണ്ടിരിക്കുക. രാജാവ് പറയുന്നുണ്ട്, മുടിയില്ല, ഞാൻ എന്നും കാണുന്നല്ലേ, എനിക്കറിയാം ജഗന്നാഥന് മുടിയില്ല എന്നുള്ളത്. നിനക്ക് ഇത്ര ഉറപ്പാണോ? എനിക്കാണോ കൂടുതൽ അറിയുന്നത്, നിനക്കാണോ കൂടുതൽ അറിയുന്നത്? രാജാവ് പറയും, എന്നാലും എനിക്കറിയാം, കാര്യം ഞാൻ അവിടുത്തെ ശൃംഗാരം എല്ലാം കാണുന്നതാണ് എല്ലാ ദിവസവും, എനിക്കറിയാം മുടിയുണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇല്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ ജഗന്നാഥന് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു. ജഗന്നാഥ് പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ശരി, നിൻ്റെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ, നീ നാളെ വന്നിട്ട് നീ വാ, നാളെ കാലത്ത് വാ ദർശനത്തിന്, സാധാരണ പറഞ്ഞ പോലെ വരൂ, അപ്പോൾ നമുക്ക് കാണാം. അത്രയും പറഞ്ഞ് ജഗന്നാഥ് പോയി. തൊലീച്ച മഹാപത്ര അമ്പലത്തിൽ അടുത്ത ദിവസം റെഡി ആയിട്ടിരിക്കുകയാണ്. പാവം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഉത്തരവില്ല, രാജാവിനോട് പറഞ്ഞു കൊടുക്കാൻ ഉത്തരവില്ല. കാര്യം രാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് കാര്യം സത്യം പറയണമെന്നൊക്കെ, പറയാനുള്ള ധൈര്യമില്ല, എന്താ ചെയ്യണമെന്ന് അറിയില്ല, കൺഫ്യൂഷൻ. ജഗന്നാഥ് ആണെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ആൻസർ ഇതുവരെ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു, എൻ്റെ അവസാനത്തെ കുറച്ച് നിമിഷങ്ങളാണ്, പാവം കാത്തിരിക്കുകയാണ് രാജാവ് വരാനും. കാര്യം ഡെയിലി രാജാവ് വരുന്ന കൂട്ടത്തിൽ കാലത്ത് വരുന്ന പോലെ അടുത്ത ദിവസം രാജാവ് വരും, ഇതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വന്നു, രാജാവ് വന്ന് ഉടനെ ഇദ്ദേഹത്തെ വിളിച്ചു. ഇന്നലെ അതായത് എനിക്ക് അകത്തോട്ട് വരണം എന്ന് പറഞ്ഞു, അകത്തോട്ട്. അപ്പോൾ ഇദ്ദേഹം പൂജാരി, ഓക്കെ വരൂ, അങ്ങ് വരൂ. ആ ജഗന്നാഥൻ്റെ തലയിലുള്ള ടർബനൊക്കെ മാറ്റാൻ പറഞ്ഞു. എനിക്ക് നോക്കട്ടെ. ജഗന്നാഥ് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു സ്വപ്നത്തിൽ മുടിയുണ്ടെന്നുള്ളത്. മുടിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, ഒന്ന് നോക്കട്ടെ. അപ്പോൾ പോയി ടർബൻ തുറന്നപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കാർക്കൂന്തൽ, നല്ല ഭംഗിയുള്ള ചുരുണ്ട മുടിയുണ്ട് ജഗന്നാഥന്. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതമായി, രാജാവിന് അത്ഭുതമായി, തൊലീച്ച മഹാപത്രയുടെ കണ്ണ് ബൾബായി. അതുവരെ അദ്ദേഹം കണ്ടിട്ടില്ല ഇതുപോലെ ഒരു മുടി. എന്നും പൂജ ചെയ്യുന്ന ആളാണ്, എന്നും ഭഗവാനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾ, ഇതുവരെ മുടി കണ്ടിട്ടില്ല. നോക്കിയപ്പോൾ മുടിയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അദ്ദേഹം. അപ്പോൾ രാജാവ് ഇദ്ദേഹത്തെ നോക്കി, നീ വീണ്ടും എന്നെ പറ്റിക്കുകയാണ് അല്ലേ? അപ്പം നീ ഈ മുടി, എനിക്കറിയാം ജഗന്നാഥന് മുടിയില്ല എന്നുള്ളത്, നീ ഇന്നലെ രാത്രി വന്ന് ഈ മുടിയെല്ലാം അവിടെ ഒട്ടിച്ചു വെച്ച് എന്നെ പറ്റിക്കാൻ വേണ്ടി നീ ചെയ്തതാണ്, നിന്നെ ഞാൻ വിടില്ല. രാജാവ് പൂജാരിയോട് പറഞ്ഞു. പൂജാരി പറഞ്ഞു, ദേ പുതിയൊരു കഥ എൻ്റെ മുമ്പിൽ
പുതിയൊരു കഥ വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ മുടിയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. പാവം കരയുവാണ്. പാവം ബ്രാഹ്മണൻ കരയുവാണ്, കാലിൽ വീണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാം, ഞാനത് തെളിയിക്കാം, നീ കളവ് പറയാണോ അല്ലേ എന്നുള്ളത് എന്ന് പറഞ്ഞ് രാജാവ് ജഗന്നാഥിൻ്റെ തലയിലുള്ള മുടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിക്കുക. അപ്പോൾ ഇടയിൽ ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട്. നീ നല്ല രീതിയിൽ അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, വലിച്ചിട്ട് വരുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം വളരെ ശക്തിയോട് കൂടിയിട്ട് അത് വലിക്കുന്നു. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, വലിച്ചപ്പോൾ കുറച്ച് മുടി കയ്യിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മുടി കയ്യിൽ വന്ന കൂട്ടത്തിൽ ജഗന്നാഥൻ്റെ തലയിൽ നിന്ന് ചോര വരുന്നു. അത് കണ്ടപ്പോൾ രാജാവ് അവിടെ മോഹാത്സ്യപ്പെട്ടു വീണു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും വന്ന് വിളിച്ചു. എഴുന്നേറ്റപ്പോൾ മനസ്സിലായി, നോക്കുമ്പോൾ ജഗന്നാഥൻ്റെ തലയിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒറിജിനൽ മുടിയായിരുന്നു. അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ഒന്നും അറിയാതെ, എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തുലീച്ച മഹാപാത്രയുടെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല ജഗന്നാഥന് നിന്നെ ഇത്രയും ഇഷ്ടമാണെന്നുള്ളത്. ഇത്രയും എനിക്കറിയാം, ഇത്രയും ദിവസം മുടി ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയാത്തത് കാര്യമല്ലല്ലോ ഇവിടുത്തെ കാര്യം. മുടിയില്ല, പക്ഷേ നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ജഗന്നാഥ് ഒറിജിനൽ മുടി ഒരു ദിവസം കൊണ്ട്, നീളമുള്ള മുടി. എനിക്കൊന്നും പറയാനില്ല, എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരുപാട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചു, ഒരുപാട് മോശമായിട്ടുള്ള ശകാരിച്ചു, ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, അപരാധമാണ് ഞാൻ ചെയ്തത്. ഇത്രയും നീ ഒരു ശുദ്ധഭക്തനാണ് എന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, എന്നോട് ക്ഷമിക്കണം, അങ്ങ് ക്ഷമിക്കണം എന്നോട് എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് രാജാവ് ബ്രാഹ്മണൻ്റെ തുലീച്ച മഹാപാത്രയുടെ കാൽക്കൽ വീണു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. അപ്പോൾ ജഗന്നാഥ് ചിരിക്കുവാണ് തുലീച്ച മഹാപാത്രയെ നോക്കി. എന്തായി ഇപ്പോൾ, എല്ലാം ഓക്കെ അല്ലേ, എല്ലാം സോൾവ് ചെയ്തു, പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇത് നടന്നിട്ടുള്ള സ്റ്റോറിയാണ്, ബൈ ദ വേ, ഇത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. ജഗന്നാഥിൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഇതുപോലെ, റിയൽ സ്റ്റോറീസാണ്, ശരിക്കും ജഗന്നാഥപുരിയിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള കഥകളിൽ നിന്ന് നമുക്കറിയാം ഭഗവാൻ എത്രമാത്രം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് നമ്മൾ ഭക്തർ, ഭഗവാന്റെ നല്ല ഭക്തർ ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും ചെയ്തു കൊടുക്കാൻ, ഏത് ലെവലിലേക്ക് വേണമെങ്കിലും വരാനും ഭഗവാൻ തയ്യാറാണ്. ഇപ്പോൾ ഈ ഒരു കഥയിൽ ഇല്ലാത്ത മുടി ജഗന്നാഥ് കൊണ്ടുവന്നു അദ്ദേഹത്തെ, ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി. ഇതിനു മുമ്പുള്ള രാജ്ഞിയുടെയും പുരുഷോത്തമ മഹാരാജാവിൻ്റെയും എഗെയിൻ അതും ജഗന്നാഥപുരിയുമായിട്ട്, ഒറീസയുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെയും നമ്മൾ കണ്ടു, ഇവിടെ ഓട്ടയുണ്ടായിരുന്നില്ല, മൂക്കുത്തി ഇടാൻ വേണ്ടി മാത്രം കൃഷ്ണൻ അവിടെ ഒരു ഓട്ടയെല്ലാം റെഡിയാക്കി കൊടുത്തു. സാക്ഷി ഗോപാലിൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ, ഗോപാൽ അവിടെ അമ്പലത്തിലുള്ള ഒരാളായിരുന്നു, പക്ഷേ സാക്ഷി പറയാൻ വേണ്ടി ഇദ്ദേഹം ബ്രാഹ്മണൻ്റെ കൂടെ നടന്നു പോകണം 100 ദിവസം. ഇങ്ങനെയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഭഗവാൻ തയ്യാറാണ്. അപ്പോൾ മത് ഭക്തഃ, നമ്മൾ പഠിച്ച മത് ഭക്തഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയുള്ള ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് നാമജപിച്ച് ഭഗവാനെ പൂർണ്ണമായിട്ടും അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാക്കി മാറ്റി ഭഗവാന്റെ സേവനം നിത്യവും നിരന്തരം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഭക്തരാവാനാണ് നമ്മളും ആഗ്രഹിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളും അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊന്നും ആയില്ലെങ്കിലും, ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല ഒരുപക്ഷെ നമുക്ക് ആ ലെവലിലേക്ക് വരാൻ, എന്നാലും അവരുടെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്തരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് പ്രചോദനമാണ്. അപ്പോൾ ഭക്തിയിൽ നല്ല രീതിയിൽ പ്രചോദനത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നമ്മളെല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ച് ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് ഞാനടക്കം നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നല്ലത് അത് ഭഗവാൻ ചെയ്യും. എന്തും ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹം, എന്തും ചെയ്യാൻ തയ്യാറാണ് നമുക്ക് ഭക്തർക്ക് വേണ്ടി. സോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥതയാണ് വേണ്ടത്. നമ്മൾ ആ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ വിളി കേൾക്കും, വേണ്ട അനുഗ്രഹങ്ങളെല്ലാം തരും. ഹരേ കൃഷ്ണ. താങ്ക് യു.
श्री भगवत गीता की जाए, श्रीला प्रभुपाद की जाए, श्री जगन्नाथ बलदेव सुभद्रा माई की जाए, श्रीला गुरुदेव की जाए, सचिनंदन श्री गौर हरि की जाए। ताय गौर भगवान। थैंक यू। हरे कृष्णा। हरे प्रणाम। हरि बोल। हरे कृष्ण। हरे हरे कृष्ण। कृष्ण हरे कृष्ण प्रभुजी हरे कृष्ण। हरे कृष्ण प्रभुजी हरे कृष्ण। कृष्ण प्रणाम। प्रभु जी, हरे कृष्ण। हरे कृष्ण प्रभुजी हरे कृष्ण। हरे हरे कृष्ण। कृष्ण प्रभु थैंक यू कृपा to the वंडरफुल other स्टोरीज side. हरे कृष्ण हरे कृष्ण। प्रणाम। हरे कृष्ण प्रभु जी, थैंक यू, प्रणाम। हरे कृष्ण। प्रणाम।